ഞാൻ ഒരുപാട് ലഹരി വിരുദ്ധ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. പലപ്പോഴും പരിപാടികളിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ നിരാശയാണ്. കാരണം എല്ലാം ചില ജാടകളും ചില വളരെ ഉപരിതലത്തിൽ മാത്രമുള്ള പദ്ധതികളാണ്, ഒരു കണ്ടൻറ്റും ഇല്ലാത്ത പദ്ധതികളാണ്. പക്ഷേ എനിക്ക് ഡ്രീംസിനെ കുറിച്ച് അത്ഭുതം തോന്നി. അതൊരു സ്വപ്ന പദ്ധതിയാണ്. അക്ഷരാർത്ഥത്തിൽ ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി. ഇതാണ് ഇതിൻ്റെ കട്സ്. ഈ മെസ്സേജാണ് കേരളത്തിലെ ടീനേജേഴ്സിനും അതുപോലെ പാരൻസിനും നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്. നമുക്കറിയാം, ടീനേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാം അതിലൂടെ കടന്നു വന്നവരാണ്. ശാരീരികവും മാനസികവുമായ വ്യതിയാനങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന പ്രായമാണ്. ഞാനും ഇവിടെ ഇരുന്ന് ഇത് വായിച്ചപ്പോൾ എൻ്റെ ടീനേജിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. എന്തെല്ലാം കൗതുകങ്ങൾ, എന്തെല്ലാം ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ എത്ര പെട്ടെന്ന് അതിലൂടെ വേഗതയിലൂടെ കടന്നു പോകും. ഏതിലേക്കും വഴിതിരിച്ചു വിടാൻ പറ്റുന്ന ഒരു പ്രായമാണ്. ആരെയും ഡീറയിലയിപ്പിക്കാൻ പറ്റാവുന്ന ഒരു പ്രായമാണ്. ആരും നോക്കാനില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വഴുതി പോകാനുള്ള ഒരു വല്ലാത്ത പ്രായമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചുറ്റുമായി വലിയ കെണിയൊരുക്കി കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കവർന്നെടുക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഡ്രീംസ് വന്നത്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇന്ന് കേരളം നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി മരുന്ന് വിപണിയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ നിയമസഭയിൽ ഇത് പല പ്രാവശ്യം കൊണ്ടുവന്നു. ഞങ്ങളൊരു റിസർച്ച് പോലെ നടത്തി. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. പലതും പുറത്തു പറയാൻ പറ്റില്ല. ഞാൻ സഭയിൽ തന്നെ പറഞ്ഞു, ഒന്നും പുറത്തു പറയാൻ പറ്റില്ല പലതും. രണ്ടുപേരുമായിട്ട് ചർച്ച ചെയ്യാൻ മൂന്നാമതൊരാളോട് പറയാൻ പറ്റാത്ത ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ ഈ ഏത് സിന്തറ്റിക് മെറ്റീരിയലും അവൈലബിളാണ്. ഏത് വിദൂര ഗ്രാമത്തിൽ നമ്മൾക്ക് യാത്ര ചെയ്ത് അവിടെ പോകണ്ടേ, ഒരു വിഷമമില്ല. അവിടെ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ സാധനം അവൈലബിളാണ്. അസാമാന്യമായ സപ്ലൈ ചെയിനാണ് കേരളത്തിലുള്ളത്. അൺബിലീവബിൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സപ്ലൈ ചെയിൻ ലഹരി മരുന്നിൻ്റെ കേരളത്തിലുണ്ട്. അത് വ്യാപിച്ചിരിക്കുന്നു. ആ ലഹരി മരുന്നും മാഫിയ പറ്റി വിടർത്തി ആടുകയാണ് കേരളത്തിൽ. ഓരോ സെറ്റാണ്, ഒറ്റ ആളൊന്നുമല്ല, ഓരോ ഗ്രൂപ്പാണ്. 500 പേരെയാണ് അവരുടെ നെറ്റ്വർക്കിൽ ഈ വർഷം ഉള്ളതെങ്കിൽ അവരടുത്ത വർഷം 5000 പേരെ ആക്കി മാറ്റുകയാണ്. നെക്സ്റ്റ് ഇയർ, ഒരു വർഷം കൊണ്ട് അത് പിന്നെ 50,000 ആവുകയാണ്. കാരണം ഇത് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ ഇരകളാണ്. ഞാൻ പറഞ്ഞത് ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇരകളാണ്. ഇരകൾ ചെറിയ കുട്ടികളാണ്. ക്യാച്ച് ദ യങ് എന്ന് നമ്മൾ പോസിറ്റീവായിട്ടാണ് പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവരാണത് ഫലപ്രദമായി നടപ്പാക്കുന്നത്. ക്യാച്ച് ദ യങ്. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് ആ നെറ്റ്വർക്ക് വളരെ വിപുലമാക്കി മാറ്റുകയാണ്. നമ്മളിത് പറയുമ്പോൾ, ഞാനതിൻ്റെ അകത്ത് ഒരു ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ, ഗവൺമെൻറ് തരുന്നത് കണക്കാണ്. ഇത്രയും കേസ് പിടിച്ചു, 2015 ഇത്രയും കേസേ പിടിച്ചുള്ളൂ, 2025 ഇത്രയും കേസ് പിടിച്ചു എന്ന്. കേസൊക്കെ പിടിക്കുന്നുണ്ട്. കേസുകളുടെ സ്വഭാവം നിങ്ങൾ നോക്ക്. കേസ് പിടിക്കുന്നുണ്ട്. ഇത്ര പെർസെൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല. മെജോറിറ്റി കേസ് ഏറ്റവും ലാസ്റ്റ് ഉപയോഗിക്കുന്ന കൺസ്യൂമറിൻ്റെ, ഇത് വലിക്കുന്ന ആളാണ് പിടിക്കുന്നത്. അത് പിടിച്ചാൽ അവനെ റിമാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. 2 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്താം, എന്നിട്ടൊരു കേസെടുത്ത് വിടാം. അവൻ ആ 2-3 മണിക്കൂർ കൂടി സ്റ്റേഷനിൽ നിന്നതിൻ്റെ വിഷമവും കൂടി പുറത്തിറങ്ങി മാറ്റി 2 കൂടുതൽ വരും. സീരിയസ് ആയിട്ട് അതാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്നും കേസിൻ്റെ നമ്പർ കാട്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഇത് ഈ സപ്ലൈ ചെയിൻ കേരളത്തിൽ തകർക്കണം. പിന്നെ എക്സൈസിൻ്റെ പോലീസിൻ്റെ ജോലിയൊന്നുമല്ല ബോധവൽക്കരണം. അതിന് ഇതുപോലത്തെ സംഘടന അവർ രാവിലെ ഏതെങ്കിലും പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നതിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് വിമുക്തി എന്നൊക്കെ ഒരു ബോർഡ് വെച്ചിട്ട് പടം എടുത്ത് അവർ മുകളിലേക്ക് അയച്ചു കൊടുക്കും. അതാണ് ലഹരി വിരുദ്ധ പ്രവർത്തനം. ഞാൻ കുറ്റപ്പെടുത്തില്ല. അവരുടെ ജോലി അതല്ല. അവരുടെ ജോലി എൻഫോഴ്സ്മെൻ്റാണ്. ഈ സപ്ലൈ ചെയിൻ തകർക്കണം.
കേരളത്തിലെ പോലീസും എക്സൈസും കേന്ദ്ര ഏജൻസികളുടെ കൂടെ സഹായം തേടി ഈ സപ്ലൈ ചെയിൻ തകർക്കണം. എവിടെ നിന്നാണിത് വരുന്നത്? ഒരു സ്ഥലമുണ്ടല്ലോ ബൾക്കായിട്ട്. ഏതിൽ കൂടിയാണ് ഇത് വരുന്നത്? കടലിൽ കൂടിയാണോ വരുന്നത്? റോഡിൽ കൂടിയാണോ വരുന്നത്? പ്ലെയിനിൽ കൂടിയാണോ വരുന്നത്? ട്രെയിനിൽ കൂടിയാണോ വരുന്നത്? ഏതിലെയാണ് കേരളത്തിൽ വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ പോലീസും എക്സൈസും അത് കണ്ടെത്താൻ കേപ്പബിളാണ്. അവരെ ഫ്രീ ആക്കി വിടണം. പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കരുത്. ഇന്ന് കേരളത്തിലെ ലഹരി വിപണിക്ക് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയുന്ന ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് എല്ലായിടത്തും. ക്യാമ്പസുകളിലടക്കം നിങ്ങൾ അന്വേഷിച്ചു. ക്യാമ്പസുകളിലടക്കം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നതാണ് ഇതിനെതിരായിട്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി സംഘടനകൾ കൂടി ശ്രദ്ധിക്കണം, മഹിളാ സംഘടനകൾ ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട ഇതുപോലുള്ള സംഘടനകൾ. ബോധവൽക്കരണം കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റുവാങ്ങണം. കെട്ടുകാഴ്ചകളല്ല ബോധവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലേക്ക് അല്ലേ ശരിക്കിറങ്ങാൻ കഴിയുന്ന, ചിന്തിപ്പിക്കാൻ കഴിയുന്ന, ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകണം. ഇപ്പോൾ ഗാഡ്ജറ്റുകളുടെ ഉപയോഗത്തെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഡിജിറ്റൽ അഡിക്ഷനാണ് കുട്ടികൾക്ക്. ഡിജിറ്റൽ അഡിക്ഷൻ അതുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ. നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രൈവസിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നിരീക്ഷണത്തിലാണ് പല ആളുകളുടെയും. നമുക്കിഷ്ടമുള്ള സിനിമ, നമുക്കിഷ്ടമുള്ള ആക്ടർ, ആക്ട്രസ്, നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, നമുക്കിഷ്ടമുള്ള ഫുഡ്, ഇതെല്ലാം അവർക്കറിയാം. എന്നിട്ട് നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഒരു വിഷയം, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫോൺ ഓൺ ചെയ്ത് ആ സബ്ജക്റ്റാണ് ഫോണിൽ വരുന്നത്, ആ സബ്ജക്റ്റ് ഫോണിൽ വരികയാണ്. അപ്പം നമുക്കിഷ്ടപ്പെട്ട മീഡിയത്തിലൂടെ, നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന മീഡിയത്തിലൂടെ അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തുകയാണ്. ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഈ ഏജിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. വളരെയധികം വരുന്ന വാർത്തകൾ മുഴുവൻ, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ മുഴുവൻ ശരിയാണ് എന്ന് ഞാൻ ചിലപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില കണക്കുകൾ പറയും ആളുകൾ. ഞാൻ ചോദിക്കും ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി? അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ കണക്ക് ശരിയാണെന്നാണ്. അത് ആരും ഫീഡ് ചെയ്താണ്, ഫേക്ക് സാധനം ഫീഡ് ചെയ്താണ്. പണ്ടൊരു സംവിധായകൻ പറഞ്ഞു, പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ, ട്രെയിനിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം മുഴുവൻ അശ്ലീലം എഴുതി വെച്ചേക്കുക ടോയ്ലറ്റിലൊക്കെ. ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റിലും ഒരു ട്രെയിനിൻ്റെ ടോയ്ലറ്റിലും ഒരു അശ്ലീലം കാണാറില്ല. കാരണം എന്താ? അന്ന് അശ്ലീലം എഴുതി വെച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെതിലാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ നല്ല സ്ഥലം വേറെ ഉണ്ട്. മറ്റത് വലിയ കമ്പിയൊക്കെ വെച്ച് കുത്തി വരച്ച് അതുമ്മൊക്കെ എഴുതി വെക്കൊക്കെ ഉണ്ട്. കരിക്കട്ടയൊക്കെ ഉണ്ടാക്കി, ചോക്കൊക്കെ ഉണ്ടാക്കി എഴുതി വെക്കണം. ഇത് ചുമ്മാ ഇരുന്ന് അടിച്ചാൽ പോരെ. എത്ര എണ്ണം അടിക്കാം? മറ്റേത് എത്ര എണ്ണത്തിൽ എഴുതാൻ പറ്റും? കൂടി വന്ന് എത്ര ടോയ്ലറ്റിൽ എഴുതി വെക്കാൻ പറ്റും? ഇത് എത്ര പേർക്ക് കൊടുക്കാം? മാത്രമല്ല ഈ സാധനം പറന്നാണ് പോകുന്നത്. അതായത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആൽഗരിതം ഡ്രിവണാണ് എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും. അപ്പോൾ അവർ പറയുന്നത് മാക്സിമം എൻഗേജ്മെൻ്റ് എന്നാണ്. ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയതാണ് രോഹിംഗ്യൻ കലാപം. രോഹിംഗ്യയിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വന്നു. ആ ക്യാമ്പയിൻ വന്നപ്പോൾ ഫേസ്ബുക്ക് അവരുടെ ആൽഗരിതത്തിനോട് പറഞ്ഞു മാക്സിമം എൻഗേജ്മെൻറ്റ്. ഞാൻ തങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഒരു 100 പേർക്ക് പോകും. ഞാൻ തങ്ങളെപ്പറ്റി ഇവിടെ ഒന്ന് മോശമായിട്ട് പറഞ്ഞാലാ അതൊരു 5 കോടി ആളുകൾക്ക് പോകും. സത്യമല്ലേ? അപ്പം ദുഷിപ്പാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ ക്യാമ്പയിൻ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സാധനത്തിന് ബുദ്ധി, നമ്മൾ കൊടുക്കുന്ന ബുദ്ധിയല്ലേ ഉള്ളൂ ആൽഗരിതത്തിന്. അവൻ മാക്സിമം എൻഗേജ്മെൻ്റ് നടത്തി. എങ്ങനെ മാക്സിമം എൻഗേജ്മെൻ്റ് ഉണ്ടാക്കണം? ഏറ്റവും കൂടുതൽ ദുഷിപ്പും ഹെയ്റ്റും ക്യാമ്പയിൻ നടത്തി എക്സ്ട്രീമിൽ കൊണ്ടുപോയി. 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു, 10,000-കണക്കിന് ആളുകൾ എവിക്റ്റ് ചെയ്യപ്പെട്ടു ഒറ്റ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി. ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ലോകത്ത് ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി പോവുകയാണ്. അവൻ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യുന്ന പറഞ്ഞത്.
ഇതൊക്കെ നമ്മുടെ ട്രംപിനെ പോലത്തെ ഭരണാധികാരികൾ ലോകം ഭരിക്കുന്ന കാലത്ത് ഇവരുടെ കയ്യിലൊക്കെ കിട്ടിയാൽ, ഞാൻ ട്രംപ് എന്ന് വെറുതെ പറഞ്ഞു, ഇവിടെ പറഞ്ഞ വിവാദമാണ്ടെന്ന് വിചാരിച്ചത്, അത് രാഷ്ട്രീയമാണ്ടെന്ന് വിചാരിച്ചു. ട്രംപിനെ പറ്റി പറഞ്ഞ അത് ചോദിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ട്രംപിനെ പറ്റി പറഞ്ഞത്. ഞാൻ ട്രംപിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാ പേരും അതിനകത്തുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഈ പറയുന്ന ഈ ആധുനിക സംവിധാനങ്ങൾ കിട്ടിയാൽ എവിടേക്ക് പോവും? അപ്പോൾ ഇതിൻ്റെ വിക്ടിംസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ പോയാൽ പിന്നെ എന്താ നമുക്ക് എന്താ പിന്നെ? 1-2 കുട്ടികളൊക്കെ മാത്രമല്ല വീട്ടിൽ. നമ്മൾ എടുക്കുക തീരുമാനം. ഞാൻ ഡ്രീംസിൻ്റെ നേതൃത്വത്തെയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ അധ്യാപക സംഘടനയായ KSUവിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രോജക്റ്റായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് സംഘടനകൾ കൂടി മാതൃകയാക്കി ഇത് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.